ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. സംഭവ ബഹുലമായ ഒരാഴ്ച നമുക്ക് പിന്നിൽ കടന്നുപോയി. ഒരിക്കലും ഉദ്ദേശിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ യുദ്ധങ്ങൾ ഒക്കെ വരുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എപ്പോൾ വരുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കാകെ കൂടെ ചെയ്യാവുന്നത് എപ്പോഴും ഒരുങ്ങിയിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഏറ്റവും സേഫ് ആണെന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥകളാണ് ഈ ലോകത്തിൽ ചിലപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കുലുങ്ങുന്നത്, അല്ലെ? അതൊക്കെ കുലുങ്ങുമ്പോൾ ഓർത്തോണം, നമ്മുടെ ശരണം കർത്താവിൽ മാത്രമായിരിക്കണം. മറ്റൊന്നിലും നമുക്ക് ശരണപ്പെടുവാൻ ദൈവം തൻ്റെ മക്കളെ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും നമ്മുടെ ഭാവിയൊക്കെ അവൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. എല്ലാ വിശ്വാസികളും ഒരു കാര്യം ഓർത്തോണം, ഇനി ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും, ഇനി എന്തൊക്കെ നടന്നാലും, ഏത് യുദ്ധം വന്നാലും ദൈവത്തിന് തൻ്റെ മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കും. അവരുടെ ഭാവി കർത്താവിൻ്റെ കയ്യിൽ ഭദ്രമാണെന്നുള്ള ഉറപ്പോടെ വേണം നാം മുന്നോട്ട് പോകാൻ. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അസാധ്യങ്ങളുടെ ദൈവം, ദ ഗോഡ് ഓഫ് ദി ഇംപോസിബിൾ. എൻ്റെ ദൈവത്താൽ കഴിയാത്തതായി ഏതുമില്ല എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ തിരികെയാണ്. വളരെ പരിചിതമായ 3 കാര്യങ്ങൾ. 1, യോഹന്നാൻ സ്നാപകന്റെ മരണം. 2, 5000 പേരെ കർത്താവ് അത്ഭുതകരമായി പോഷിപ്പിക്കുന്ന ഭാഗം. 3, വെള്ളത്തിൻ്റെ മേൽ നടക്കുന്ന യേശുക്രിസ്തു. ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നറേഷനിൽ അധികം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ഭാഗം ചെയ്ത് പഠിച്ച് തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ ഭാഗത്തിലാണ്. 5th സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ മശിഹ ദൈവമാണെന്നുള്ള യേശു കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ, ദ റെവലേഷൻസ് ഓഫ് ദ മെസായ. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളത് വെളിപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ്. അതിനു മുമ്പ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തു മസിഹയാണെന്നുള്ളത് വെളിപ്പെട്ട് വരുന്ന ഒരു ഭാഗം. നമ്മുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിൽ വരുന്നവർക്ക് ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഈസ്റ്റർ ഈസ്റ്റർ ദിവസമല്ല, ശനിയാഴ്ചയാണ്. അതായത് 4 ഏപ്രിൽ 4th ഏപ്രിൽ 6 മണിക്ക് നവജ്യോതിം ക്യാമ്പസിൽ ഉണർവ് ക്വയറും ഉണർവ് കോറിയോ ടീമും നമ്മുടെ ഡ്രാമ ടീമും കൂടെ ബിറ്റ്വീൻ ദ വേഴ്സസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണ്. അടുത്തുള്ളവരും അഥവാ ഈ സമയത്ത് ഇവിടെ ഉള്ളവരും ഒക്കെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. QR കോഡ് ഉണ്ട്, അതിൽ സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ, കാരണം നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് വരാൻ താല്പര്യപ്പെടുന്നവരെല്ലാം ഇതിന് വന്ന് പങ്കെടുക്കണം. ഈ വെള്ളിയാഴ്ച എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. ഞായറാഴ്ച പുനരുത്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലയോ? വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരു സൈലൻസ് ഉണ്ട്, ശനിയാഴ്ച ദിവസം. എന്നാൽ ദൈവം ഈ സൈലൻസിൻ്റെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഒരു നല്ലൊരു സ്കിറ്റ് ആൻഡ് ഒരു സ്റ്റോറി ലൈനാണ്. ഒരു ഹോളിവുഡിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സ്നേഹിതനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ജേക്കബ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഈ ഭാഗത്തുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ഈവനിങ്. നിങ്ങൾ വരണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളിത് പറയണം. ബിറ്റ്വീൻ ദ വേഴ്സസ്, വെള്ളിയാഴ്ചയ്ക്കും ഞായറാഴ്ചയുടെ ഇടയിൽ സംഭവിക്കുന്ന, ശിഷ്യന്മാരുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു വലിയ ഒരു കോൺസെപ്റ്റാണ് അത് അവർ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. നല്ല പാട്ടുകൾ കാണും, നല്ല മെസ്സേജുകൾ കാണും. വരണം എന്ന് അപേക്ഷിക്കുകയാണ്. ബിറ്റ്വീൻ ദ വേഴ്സസ് ആട്ടെ. നമുക്കിനിയും നമ്മുടെ വേദഭാഗത്തിലേക്ക് കടക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ. യോഹന്നാൻ സ്നാപകന്റെ വധം. ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിൻ്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാവുന്നു ഈ ശക്തിയിൽ അവനിൽ വ്യാപരിക്കുന്നു എന്ന് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായി ഇരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞത് കൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിൽ ആക്കിയിരുന്നു. അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ട് പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു. എന്നാൽ ഹെരോദാവിൻ്റെ ജനന ദിവസം ആയപ്പോൾ ഹെരോദ്യയുടെ മകൾ സഭാമധ്യേ നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കും എന്ന് അവൻ സത്യം ചെയ്തു വാക്ക് കൊടുത്തു.
അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരയണമെന്ന് പറഞ്ഞു. രാജാവ് ദുഃഖിച്ചു, എങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ചു അത് കൊടുപ്പാൻ കൽപ്പിച്ചു. ആളയച്ച് തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു. അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു. പിന്നെ അവന്ന് യേശുവിനെ അറിയിച്ചു. വളരെ സങ്കടകരമായ ഒരു സംഭവം. യോഹന്നാൻ സ്നാപകനെ, ആ നീതിമാനായ മനുഷ്യനെ, യേശു കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായവനെ, അവന്റെ തല ഛേദിച്ചു കളഞ്ഞ ഭീരുവായ ഒരു രാജാവ്. അതുകൊണ്ട് ഈ ഭാഗത്തിന് തലകെട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എ കിങ് ഹു റിജക്റ്റഡ് ദ ട്രൂ കിങ്. യഥാർത്ഥ രാജാവിനെ അംഗീകരിക്കാഞ്ഞ ലോക്കൽ രാജാവ് എന്ന് വേണമെങ്കിൽ അതിനൊരു തല കെട്ടുകൊടുക്കാം. ഹെരോദാവ് എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ജീവിച്ചത്, പാപത്തിലും അധർമ്മത്തിലും ജീവിച്ചു. ആ കാലത്തെ ഒരു പക്ഷെങ്കിൽ ആ സ്ഥലത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനാണ് ഹെരോദാവ്, ഹെറഡ് ആന്റിപ്പസ്, അല്ലെ, ആന്തിപ്പോസ്. ഹെറഡ് ആന്റിപ്പസ് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ ഭാഗം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ സഹോദരന്റെ ഭാര്യയായ ഹെരോദ്യായെ ഭാര്യയായി എടുത്തു. അപ്പോൾ ഈ കുടുംബത്തിനെ നമ്മളൊന്ന് പഠിക്കുമ്പോൾ ഈ ഹെരോദ്യ എന്ന് പറയുന്നത് ഹെറഡ് ദ ഗ്രേറ്റ് കൊച്ചുമകളാണ്. ഈ ഹെറഡ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു, 3 പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ ഒരാള് ഹെറഡ് ആന്റിപ്പസ്, മറ്റേത് ഹെറഡ് ഫിലിപ്പ്, അല്ലെ. ഇങ്ങനെ 2 ഹെറഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെങ്കിൽ ആ കസിനായ, കാരണം തനിക്ക് പല ഭാര്യമാര് ഹെറഡ് ദ ഗ്രേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാര്യയിൽ നിന്നുണ്ടായ മകനാണ് ഹെറഡ് ആന്റിപ്പസ്, മറ്റേ ഭാര്യയിൽ നിന്നുണ്ടായതാണ് ഹെറഡ് ഫിലിപ്പ്, വേറൊരു ഭാര്യയിൽ നിന്നുണ്ടായ ആളുടെ പുത്രിയാണ് ഈ ഹെരോദ്യ എന്ന് പറയുന്നത്. വെരി കോംപ്ലിക്കേറ്റഡ്, അല്ലേ. ആ കുടുംബം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധർമ്മം നിറഞ്ഞ ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഹെറഡ് ആന്റിപ്പസ് ഒരിക്കൽ തൻ്റെ സഹോദരനെ കാണാൻ ചെന്നപ്പോൾ സഹോദരന്റെ ഭാര്യയെ വശീകരിച്ച് സ്വന്തം ഭാര്യയായി എടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കാലത്തെ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പ്രവാചകന്റെ പ്രത്യേകത, എത്ര അധികാരത്തിലുള്ള മനുഷ്യന്റെയും തെറ്റ് കണ്ടിട്ട് ഇത് ദൈവഹിതം അനുസരിച്ചല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടവും പ്രാഗൽഭ്യവും ഉണ്ടാകണം. ഇന്നത്തെ പ്രവാചകന്മാർ എന്ത് ചെയ്യുമെന്നറിയോ? വളരെ ശക്തന്മാരായ നാടുവാഴികളുണ്ടെങ്കിൽ അവന്റെ ജീവിതം ഏതായാലും ഒന്നും ചിന്തിക്കത്തില്ല, അവനെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി 5 മിനിറ്റ് സംസാരിക്കാനുള്ള സമയം കൊടുക്കും. അതാണ് ഇന്നത്തെ പ്രവാചകന്മാരുടെ പ്രത്യേകത. എത്രയോ വ്യത്യസ്തമാണ് യഥാർത്ഥ പ്രവാചകന്മാർ. ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കാണുമ്പോൾ, പാപം സമൂഹത്തിൽ കാണുമ്പോൾ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള പ്രാഗൽഭ്യം. ഇന്ന് പലർക്കും അത് പറയാൻ സാധിക്കാത്തത് അവരും ഈ നേതാക്കന്മാരുടെയും ജീവിതശൈലിയിൽ തന്നെ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ വേണമെന്ന് നാം ചിന്തിക്കുന്നത് കൊണ്ടും അവരെ പ്രീതിപ്പെടുത്തണം എന്നുള്ള ഒറ്റ ആഗ്രഹം കാരണം ഇന്നത്തെ പ്രവാചകന്മാരുടെ പ്രവചന ശബ്ദം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നാൽ ഇവിടെ ഹെരോദാവിനെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 കാര്യം ഭയന്നു. ഒന്ന്, ഹി ഫിയർഡ് ഗോഡ്സ് പ്രോഫറ്റ്, ദൈവത്തിന്റെ പ്രവാചകനെ ഭയപ്പെട്ടു. ഇന്ന് ദൈവത്തിന്റെ പ്രവാചകന്മാരെ നാം ഭയപ്പെടുന്നുണ്ടോ? യഥാർത്ഥ പ്രവാചകന്മാരില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ. 2, മനുഷ്യരെന്ത് പറയും എന്നോർത്ത് ഭയന്നു. 3, തൻ്റെ ഭാര്യയെ താൻ ഭയന്നു. ഹി ഫിയർഡ് 3 things. ഹി ഫിയർഡ് ദ പ്രോഫറ്റ്, he feared the public opinion and he feared his wife. പ്രിയമുള്ളവരെ, ഭയത്തിൽ ജീവിച്ചാൽ, മനുഷ്യ ഭയം ഒരു കെണി എന്ന് പറഞ്ഞ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭയന്നാൽ നീതി നടപ്പിലാക്കാൻ സാധിക്കത്തില്ല. You can never fulfill justice if you fear man, if you fear circumstances. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ കാണുന്നു. വലിയ രാജാവായിരുന്നുവെങ്കിലും ദൈവത്തിന്റെ പ്രവാചകരെ ഭയന്നു, മനുഷ്യരെന്ത് പറയുമെന്ന് വിചാരിച്ച് മനുഷ്യരെ ഭയന്നു, ഭാര്യയെ ഭയന്നു. അതുകൊണ്ട് താൻ വലിയൊരു വിരുന്നൊരുക്കിയപ്പോൾ ഇത് പുരുഷന്മാർ മാത്രം വരുന്ന ഒരു വിരുന്നാണ്. എന്നാൽ പാപം നിറഞ്ഞ, അധർമ്മം നിറഞ്ഞ ഈ സമയത്ത് തൻ്റെ സ്വന്തം പുത്രിയെ ആ അമ്മ ഇവർക്ക് കാഴ്ചവെക്കുകയാണ്.
താൻ നൃത്തം ചെയ്ത് ഈ ഒരു ഈവനിങ് ബാങ്ക്വറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും യോഹന്നാൻ സ്നാപകനെ തീർക്കണം. ഒറ്റ ചിന്ത. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഒരു അമ്മയുടെ ഇൻഫ്ലുവൻസ് ക്യാൻ ബി വെരി പോസിറ്റീവ്, എന്നാൽ ഒരു അമ്മയുടെ ഇൻഫ്ലുവൻസ് ക്യാൻ ബി വെരി നെഗറ്റീവ്. കാണുന്ന ഒരു കാര്യമാണ്, ഒരു 16 17 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ മനസ്സിനെ ഇത്ര മാത്രം പോയിസൺ ചെയ്യുവാൻ ഒരമ്മയ്ക്ക് കഴിയുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഓർത്തു നോക്കി, ഈ മകള് ചെന്ന് തൻ്റെ രാജാവായ അപ്പനോട് പറയുകയാണ്, എനിക്ക് യോഹന്നാൻ സ്നാപകന്റെ തല വേണം. അത് പറയാനുള്ള കാരണം എന്നാ? അമ്മ കുത്തിവെച്ച വിഷം അല്ലേ? ഇതുപോലെ തന്നെയാണ് എത്രയോ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന പോലെ അല്ലേ, നിന്റെ അമ്മയിലും നിന്റെ വലിയ അമ്മയിലും വ്യാപരിച്ച ദൈവകൃപ, അതിനെ നീ ജ്വലിപ്പിക്കണം. സോ എ മദർ ക്യാൻ ബി എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ്, എ മദർ ക്യാൻ ബി എ നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. അപ്പൊ അമ്മമാരുടെ സാന്നിധ്യം, അമ്മമാരുടെ കൺവിക്ഷൻ, അമ്മമാരുടെ ആത്മീയ നേതൃത്വം ഒരു കുടുംബത്തിനെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് അമ്മമാർക്ക് ചിലപ്പോൾ അറിയത്തില്ല, മക്കൾ വളർന്നു വരുമ്പോൾ അറിയാൻ സാധിക്കും. ഒരു പക്ഷെങ്കിൽ ഒട്ടുമുക്കാൽ ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി എന്ന് പറയുന്ന വലിയ ഭൃത്യന്മാരെ അവരോട് ചോദിച്ചാൽ അവർ പറയും, അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അവരുടെ അമ്മയായ സൂസാന വെസ്ലിയാണ്. അവർ കർത്താവിനെ അറിഞ്ഞത് അവരുടെ അമ്മയിലൂടെ, അവർ കർത്താവിന്റെ വചനം പഠിച്ചത് അമ്മയിലൂടെ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അമ്മയിലൂടെ. ഒരു അമ്മയുടെ സാന്നിധ്യം, സ്വാധീനം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കും ഒന്നും ചിന്തിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ ഒരു പ്രസംഗം പോലും പ്രസംഗിക്കാൻ കഴിയാത്ത, ഒരു പ്രാവശ്യം പോലും മൈക്കിന്റെ മുമ്പിൽ നിൽക്കാത്ത അമ്മമാർ പോലും ഒരു തലമുറയെ മുഴുവൻ വാർത്തെടുക്കാൻ സാധിക്കും ദൈവത്തോടുള്ള അവരുടെ പ്രതിബദ്ധത. കാരണം ഒരിക്കലും മറക്കരുത്. എന്നാൽ അതുപോലെ തന്നെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ മകളുടെ പേര് ജോസിഫസ് പറയുന്നു ശലോമി എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തൻ്റെ മനസാക്ഷിക്ക് കൊള്ളുകയാണ്. ഹെരോദാവിന് ഒരു കാര്യം അറിയാം, ഈ യോഹന്നാൻ സ്നാപകൻ നിഷ്കളങ്കനാണ്, നീതിമാനാണ്, തെറ്റ് ചെയ്തിട്ടില്ല. എങ്കിലും മനുഷ്യരെ ഭയന്നു, ഭാര്യയെ ഭയന്ന്, തൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്വന്തം മനസാക്ഷിയോട് പോലും നീതി പുലർത്താനാവാതെ താൻ ആ നീതിമാനെ വധിച്ചു എന്നുള്ളതാണ്. വധിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, ശരിക്കും നാം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ചാൽ, നീതിക്ക് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചാൽ, വിശ്വസ്തനായി നിൽക്കാൻ തീരുമാനിച്ചാൽ, ഇതിൻ്റെ അവസാനം എപ്പോഴും വളരെ മനോഹരമായിരിക്കണം എന്നില്ല, തല പോകാൻ വരെ സാധ്യതയുണ്ട്. ഒരിക്കലും മറക്കരുത്. ഫെയ്ത്ത്ഫുൾനെസ് മേ ലീഡ് ടു സഫറിങ്. കർത്താവെ, നിനക്ക് വേണ്ടി ഞാൻ നിന്നു, സത്യം മാത്രം ഞാൻ പറഞ്ഞു, നീതിക്ക് വേണ്ടി നിന്നു, അതുകൊണ്ട് എല്ലാം സുഖമായി വരണം എന്നില്ല. ഇതിൻ്റെ കോൺസിക്വൻസ് ക്യാൻ ബി വെരി വെരി ടഫ്. നമ്മുടെ കമ്പനീസിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് നീതിക്ക് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചാൽ ഒരു പക്ഷെങ്കിൽ അതിൻ്റെ റിപ്പർക്കഷൻസ് മൈറ്റ് ബി വെരി ഡിഫിക്കൾട്ട്. പക്ഷെങ്കിൽ അങ്ങനെ തല പോയാലും തല പോകട്ടെ എന്ന് വെക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും ശക്തി നൽകണം. എന്നാൽ ഈ ഹെറഡ് ആന്റിപ്പസിനെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് തന്നെ യേശു കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ അവസരം ലഭിച്ചൊരു വ്യക്തിയാണ്. യേശു കർത്താവിൻ്റെ മുന്നോടിയായ യോഹന്നാന്റെ വായിൽ നിന്ന് സുവിശേഷം കേൾക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചതാണ്. തടവിലാക്കിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തടവിലാക്കിയ സമയത്ത് ഹെരോദാവ് യോഹന്നാനെ ആവർത്തിച്ച് വിളിച്ച് അവൻ്റെ വായിൽ നിന്നുള്ള വർത്തമാനം, കാരണം അകത്തെവിടോ മനസ്സിലായി ഇതൊരു ദൈവമനുഷ്യനാണ്, ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്നുള്ളത് ഹെരോദാവിന് മനസ്സിലായി. എന്നാൽ ആളുകളെ ഭയന്നതുകൊണ്ടും ഭാര്യയെ ഭയന്നതുകൊണ്ടും യഥാർത്ഥ രാജാവിനെ തിരസ്കരിച്ച ഒരു വ്യക്തി ഹെരോദാവ്. തൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ പറയട്ടില്ലേ, ഹി വാസ് സോ ക്ലോസ് യെറ്റ് സോ ഫാർ. രക്ഷയുടെ അടുത്ത്, ഏറ്റവും അടുത്ത് സഞ്ചരിച്ചൊരു വ്യക്തി. ആൻഡ് യെറ്റ് ഹി മിസ്ഡ് ദ ട്രൂ കിങ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആർ വി ഫിയറിംഗ് മാൻ മോർ ദാൻ വി ആർ ഫിയറിംഗ് ഗോഡ്? ഇന്ന് പലരുടെയും ജീവിതത്തിൽ കർത്താവ് ഇത് പറയുന്നു, ഇതിനു വേണ്ടി നിൽക്കാം എന്ന് കുടുംബത്തിൽ പോലും ശബ്ദിക്കുവാൻ കഴിയാത്ത എത്രയോ ആളുകൾ. കാരണം എന്നാ? വി ഫിയർ മാൻ.
പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ നാം ഒരു ദിവസം നിൽക്കുമ്പോൾ ഒരിക്കലും അയ്യോ ഞാൻ ആ മനുഷ്യരെ വിചാരിച്ച് ഇത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഒരിക്കലും നാം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നാം വരരുത്. വി ഷുഡ് ഫിയർ മാൻ ഗോഡ് അബവ് ഫിയറിങ് മാൻ. കാരണം മനുഷ്യ ഭയം ഒരു കെണിയാണ്. പറയേണ്ടത് പറയുവാനും നിൽക്കേണ്ടതിന് വേണ്ടി നിൽക്കുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം 5000 പേരെ കർത്താവ് പോഷിപ്പിച്ച ഭാഗം നല്ലതുപോലെ അറിയാം. 13 തൊട്ട് 21 വരെ. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന യേശു ക്രിസ്തുവിന്റെ ഒരു ഡിസിപ്ലിനാണ്. ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ മരിച്ചു എന്നുള്ള വേദനകരമായ വാർത്ത കേട്ടു. അതിന്റെ റെസ്പോൺസ് എന്താ? ഓടിച്ചെന്ന് ഹെരോദാവേ നീ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നതല്ല യേശു ക്രിസ്തുവിന്റെ റെസ്പോൺസ്. കാരണം അവന്റെ നാഴിക വന്നിട്ടില്ല, അതിനൊരു സമയം വരും. എന്നാൽ ഏറ്റവും കഠിനമായ വേദനയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ താൻ നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. ഗുഡ് ഡിസിപ്ലിൻ. പ്രിയമുള്ളവരെ, വലിയ അത്ഭുതം ചെയ്തു കഴിയുമ്പോൾ യേശു കർത്താവ് എവിടാ പോകുന്നത്? വേറിട്ട് പോയി. ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് എങ്ങോട്ടാ പോയത്? വേറിട്ട് പോയി. താൻ മരിക്കാൻ പോകുന്നു, ഗെത്സമനയുടെ ഒരു അവസരം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? താൻ വേറിട്ട് പോകുന്നു. ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. തൻ്റെ കസിൻ യോഹന്നാൻ സ്നാപകനെ വധിച്ചു എന്നുള്ള വാർത്ത കേട്ടു. വളരെ വ്യസനത്തിലായി താൻ വേറിട്ട് പോയി. ഗുഡ് ഡിസിപ്ലിൻ. എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ സമയങ്ങളിലും പ്രയാസങ്ങളുടെ സമയത്തും വേദനയുടെ സമയത്തും വലിയ അത്ഭുതങ്ങൾ നടക്കേണ്ട സമയത്തും ശുശ്രൂഷയുടെ ഭാരം അല്ലെങ്കിൽ ശുശ്രൂഷയുടെ വലിയ ബുദ്ധിമുട്ടും തത്രപ്പാടിൻ്റെ ഇടയിലും ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നാം വേറിട്ട് പോകണം. ഇഫ് വി ഡു നോട്ട് കം അപ്പാർട്ട്, അല്ലേ? യേശു കർത്താവ് വീണ്ടും ആവർത്തിച്ച് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വേറിട്ട് വരുവിൻ, കം അപ്പാർട്ട്. ഇഫ് വി ഡോണ്ട് കം അപ്പാർട്ട് വി വിൽ ഫോൾ അപ്പാർട്ട്. മറന്നുപോകരുത്. ദൈവമക്കളായ നാം വേറിട്ട് പോകുവാൻ സമയമെടുത്തില്ലെങ്കിൽ നാം തകർന്നു പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു വിശ്വാസിയുടെ ബലം ഈസ് ഇൻ ദ സോളിറ്ററി പ്ലേസ്. അവൻ വേറിട്ട് നിൽക്കുന്നതിലാണ് അവന്റെ ശക്തി. അതുകൊണ്ട് സാഹചര്യം എന്തോ ആയിക്കൊള്ളട്ടെ, ഭാരപ്പെടുത്തുന്ന അവസ്ഥകളായിക്കോട്ടെ, വേദനിപ്പിക്കുന്ന അവസ്ഥകളായിക്കോട്ടെ, സന്തോഷത്തിന്റെ സമയങ്ങളായിക്കോട്ടെ, ശുശ്രൂഷയുടെ തത്രപ്പാട് നിറഞ്ഞിരിക്കുന്ന സമയങ്ങളായിക്കോട്ടെ, പ്രിയമുള്ളവരെ വേറിട്ട് വാ. കം അപ്പാർട്ട്, അതർവൈസ് യു വിൽ ഫോൾ അപ്പാർട്ട്, അല്ലേ? ഈ വേദനയുടെ നടുവിലും യേശു കർത്താവ് പറയുന്നു, എന്നാ നമുക്ക് പരിപാടി നിർത്തിയേക്കാം. എൻ്റെ മുന്നോടി അവർ കൊന്നു കളഞ്ഞു, എന്നാ പിന്നെ പരിപാടി നിർത്തിയേക്കാം. നോ, ഹി സ്റ്റിൽ ഫോക്കസ്ഡ് ഓൺ ദ മിഷൻ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് എന്നെക്കുറിച്ച് നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതുപോലത്തെ വലിയ വലിയ ന്യൂസുകളൊക്കെ കേൾക്കും. എന്നാൽ യേശു കർത്താവിന്റെ ജീവിതം നോക്കിയേ, തൻ്റെ മിഷനിൽ നിന്ന് തന്നെ തന്നെ ഡൈവേർട്ട് ചെയ്യുവാൻ, തന്നെ മടുപ്പിക്കുവാൻ ഒന്നിനും കഴിയത്തില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്ത് നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടും. ഒരുപാട് വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. ഒരുപാട് നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന ചില വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. ആ സമയങ്ങളിലൊക്കെ നാം വേറിട്ട് പോകണം. കാരണം എന്നാ? കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണം. അതിൽ നിന്ന് നാം ഒരിക്കലും അടുത്തു പോകരുത് എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ്. യേശു കർത്താവ് പുരുഷാരത്തെ കാണുന്നു. അപ്പോൾ യേശു കർത്താവ് വേറിട്ട് പോകുമ്പോൾ അവനെ തപ്പി ഇതാ പോകുന്നു പുരുഷാരം. അവൻ വന്ന് വലിയൊരു പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത്
ഇങ്ങു കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്നു തൃപ്തിയായി. ശേഷിച്ച കഷണം 12 കൊട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ അസാധ്യങ്ങളുടെ ദൈവത്തെ നാം ഇവിടെ പരിചയപ്പെടുകയാണ്. യേശു കർത്താവിൻ്റെ പ്രത്യേകത ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. നമ്മൾ യേശു കർത്താവിൻ്റെ ഇപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും കേട്ടതുകൊണ്ട് മറ്റ് ചില വിഷയങ്ങൾ മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തെ മുഴുവൻ തൻ്റെ വാക്കിനാൽ ഉളവാക്കിയവനാ ക്രിസ്തു. ഈ പ്രപഞ്ചം മുഴുവൻ ഓടുന്നത് കർത്താവിൻ്റെ കരത്തിലാണ്. ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ പ്രത്യേകത ഇവിടെ നമ്മൾ കാണുന്നത്, മനുഷ്യനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. അവരുടെ വിശപ്പിനെ കുറിച്ച് അവൻ ഓർത്തു. പ്രിയമുള്ളവരെ, ഇവിടെ യേശു കർത്താവ് ഫുഡ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവരെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. എന്നാൽ വിശന്നിരിക്കുന്നവരെ കുറിച്ചുള്ള ഒരു ചിന്ത, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഏറ്റവും വലിയ തിരക്കിൻ്റെ ഇടയിലും യേശു കർത്താവിന് നമ്മുടെ ചെറിയ ആവശ്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയത്തില്ലേ, വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എൻ്റെ ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് എന്ത് പ്രസക്തി, അല്ലേ? പ്രസക്തി. കർത്താവെ, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലേ? പ്രാർത്ഥിക്കുക, ശരിയാണ്. വലിയ വൻ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ള തൊണ്ടവേദനയെക്കുറിച്ച് ഞാൻ എങ്ങനെ കർത്താവിനടുക്കെ കൊണ്ടുവരുന്നത്? എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ഈ ചെറിയ ആവശ്യം പോലും അവനെ സംബന്ധിച്ചിടത്തോളം അവന് വിഷയമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ തലയിലെ ഓരോ തലമുടിയും എണ്ണപ്പെട്ടതാന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്നാ? എവ്രിതിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗോഡ്. എൻ്റെ ചെറിയ കാര്യം പോലും അവൻ്റെ സന്നിധിയിൽ വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇതിനെ ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ. ഈ വലിയ ആവശ്യത്തിന് മുമ്പിൽ എൻ്റെ ആവശ്യം എന്താണ് ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ചെറിയ വിശപ്പ് പോലും കർത്താവിൻ്റെ മുമ്പിൽ ഇറ്റ് കൺസേൺസ് ഹിം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്തുവാണെന്നറിയാമോ? വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, അതുകൊണ്ട് പുരുഷാരം പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ്, യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ പറയുക, യേശുവേ, ഇപ്പം സമയമൊക്കെ ആയി, ഒരു കാര്യം ചെയ്യും, ഈ ഭാരം എടുത്ത് നമ്മൾ തലയിലോട്ട് വെക്കണ്ട, ഇവരെ അങ്ങ് വിട്ടേക്കാൻ. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പ്രത്യേകത, അവർ കാണുന്നത് സകലതും പ്രാക്ടിക്കലായിട്ടാണ്. എല്ലാം പ്രാക്ടിക്കലാണ്. ഇപ്പോൾ വിശക്കാൻ തുടങ്ങി കാണും, ആരും ചോദിച്ചില്ല ഫുഡ് തരണം, എവിടാ ഫുഡ് കൗണ്ടർ എന്നൊന്നും ആരും ചോദിച്ചില്ല. പക്ഷെങ്കിൽ ശിഷ്യന്മാർ പറയുക, ഇവർക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇവരെ അങ്ങ് പറഞ്ഞു വിടണം. നമ്മൾ മനുഷ്യരുടെ പ്രശ്നം ഞാനിവിടെ പറയാം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, we try to address the problem based on our capacity. നമ്മൾ ചുറ്റും ഒരു ആവശ്യം കാണുമ്പോൾ നമ്മൾ ഇതിനെ കാണുന്നത് എൻ്റെ കപ്പാസിറ്റി എത്രയോ അതിനനുസരിച്ചാണ് ഇതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവിൻ്റെ മറുപടി എന്നാ? നിങ്ങൾ അവർക്ക് തിന്മാൻ കൊടുപ്പി. സോ ഇവിടെ നമ്മൾ വളരെ വളരെ വ്യക്തമായി പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ, കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ എൻ്റെ കപ്പാസിറ്റി വെച്ച് എനിക്കൊരിക്കലും സാധ്യമല്ല എന്ന് ആദ്യം നാം തിരിച്ചറിയണം. ഗിദെയോനെ, നിന്റെ ഈ 32,000 പേരെയും കൊണ്ട് നിനക്ക് ഈ യുദ്ധം ജയിക്കാൻ കഴിയത്തില്ല. കാരണം ശത്രു സൈന്യം 132,000 പേരാ. അപ്പൊ തന്നെ നിന്റെ നമ്പറും. അപ്പൊ കർത്താവ് പറയും, എല്ലാരെയും പറഞ്ഞു വിടും, 300 എണ്ണം മതിയെന്ന്. കാരണം എന്നാ? നിന്റെ കപ്പാസിറ്റി കൊണ്ട് നിനക്ക് ജയിക്കാൻ ഒക്കത്തില്ലെന്നുള്ള പ്രമാണം ആദ്യം ഞാൻ നിന്നെ പഠിപ്പിക്കുക. അപ്പം ദൈവം എന്നെക്കുറിച്ച് നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയില്ലേ, അത് ചെയ്തെടുക്കുവാൻ ഉള്ള കപ്പാസിറ്റി എനിക്കും നിങ്ങൾക്കും ഇല്ല. ആദ്യമേ അതങ്ങ് മനസ്സിലാക്കുക. അയ്യോ കർത്താവേ, എൻ്റെ ഗോത്രം ഏറ്റവും ചെറുത്, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ചെറുത്, മോശ, കർത്താവെ ഞാൻ വിക്കനാണ്, എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല. കറക്റ്റാ പറഞ്ഞത്. അപ്പൊ ആദ്യം തിരിച്ചറിയേണ്ടത്, മൈ റിസോഴ്സസ് ആർ നെവർ സഫിഷ്യന്റ് ടു അക്കംപ്ലിഷ് ഗോഡ്സ് പർപ്പസസ്. ആദ്യമേ അങ്ങ് മനസ്സിലാക്കുക. പക്ഷെ എന്താണ് ഗുഡ് ന്യൂസ്? ദ ഗുഡ് ന്യൂസ് ഇസ്,
ഞാൻ അങ്ങനത്തെ അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവ് പറയല്ല, എന്നാ നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്നായല്ലേ, ഞാൻ ഒരു ഒറ്റ വാക്കുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അപ്പം ഇറക്കാമെന്ന് കർത്താവ് പറയുന്നില്ല. കർത്താവ് പറയുക, ഈ വലിയ പദ്ധതിയിൽ നിനക്കും അതിനകത്തൊരു ഭാഗമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. സോ ഇവിടെ വലിയൊരു പ്രമാണമാണ്. കർത്താവിന് ഇത് അസാധ്യമാണോ? അല്ല, കർത്താവിന് എന്തും ചെയ്യാം. 40 വർഷം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ മന്ന കൊടുത്ത് പോഷിപ്പിച്ച് ഒരൊറ്റ നേരം മുടക്കാത്ത ഈ കർത്താവിന് ഒരു വാക്ക് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് മന്ന ഇറങ്ങി വരും. ആൻഡ് യെറ്റ് ഗോഡ് ചൂസസ് ടു യൂസ് യു ആൻഡ് മീ. അതാണ് പ്രിയമുള്ളവരെ ദ ബ്യൂട്ടി ഓഫ് ദ ഗോസ്പൽ. യേശു കർത്താവ് ഈ ലോകത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ എന്നിലും നിങ്ങളിലൂടെ നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ വലിയ പദവിയാണ്. നമ്മളെ ആവശ്യമുള്ളത് കൊണ്ടല്ല, കർത്താവ് അത് ചെയ്യാൻ അവന് എന്താ പറയണ്ടേ, പ്രസാദമായി എന്ന് പറയാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ അവന്റെ കെട്ട് അഴിപ്പീൻ. എന്തിനാ നമ്മൾ കെട്ടഴിക്കുന്നത്? എടാ, മരിച്ചവനെ ഉയർപ്പിച്ച കർത്താവിന് ആ കെട്ടൂടെ പൊട്ടിച്ചങ്ങ് ഇറക്കിക്കൂടെ? നോ. അത്ഭുതം അവൻ ചെയ്തു എങ്കിലും ആ അത്ഭുതത്തിന്റെ ഭാഗമാകുവാൻ എന്നെയും നിങ്ങളെയും കൂടെ അവൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വലിയ കരുണ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ കർത്താവിന്റെ വലിയ ശുശ്രൂഷയുടെ ഭാഗവാക്കുകളാകുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നു. ആർ വി വില്ലിംഗ് ടു പാർട്ടിസിപ്പേറ്റ്? അതുകൊണ്ട് ആരെങ്കിലും ചിന്തിക്കുക, കർത്താവ് ഞങ്ങൾക്കൊന്നുമില്ല, അതുകൊണ്ട് എന്തോ, എന്നാ പിന്നെ അവരെ പറഞ്ഞയക്ക്. അതല്ല സൊല്യൂഷൻ. ഞാൻ എൻ്റെ റിസോഴ്സസിന്റെ ലെൻസിലൂടെ ഞാൻ ഇതിനെ കണ്ടാൽ ശരിയാണ്, അതാണ് സൊല്യൂഷൻ, പറഞ്ഞങ്ങ് വിട്ടേരെ, നമ്മളെയും കൊണ്ട് ഇത് പറ്റത്തില്ല. കർത്താവ് പറയാം, നിങ്ങളെയും കൊണ്ട് പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്കുള്ളത് എൻ്റെ കയ്യിലോട്ട് താ. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, 5 അപ്പവും 2 മീനും. ഈ ചെറിയ ബാലൻ അവൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് അന്ത്രോസിന്റെ കൈ കൊടുത്തു. ഇവിടെ ഒരു പ്രമാണം മാത്രം നിങ്ങളോട് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രമാണം മാത്രം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്തുവാ? 5 അപ്പവും 2 മീനും. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ദേ ഹാഡ്. കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതുകൊണ്ട് ഒരു പയ്യന് മാത്രം വയറ് നിറയ്ക്കാൻ സാധിക്കും. കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും തിന്ന് തൃപ്തിയായി. ഓക്കെ, ഇതിനകത്തെ ലെസൺ, എൻ്റെ കയ്യിലുള്ളത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവർക്കും അത് അനുഗ്രഹമായി മാറും. നമ്പർ 1 ലെസൺ. നമ്പർ 2 ലെസൺ, ഞാൻ ഏറ്റവും നല്ലത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ ശേഷിക്കുന്ന കൊട്ട കൊണ്ട് തിന്ന് തൃപ്തരാകുവാൻ ദൈവം എനിക്ക് കൃപ തരും. എന്തോ അതിൻ്റെ അർത്ഥം? ഇഫ് ഐ ഗിവ് ഗോഡ് മൈ ബെസ്റ്റ്, the rest is enough for me to be satisfied. പറഞ്ഞത് മനസ്സിലായോ? പ്രമാണമാ കേട്ടോ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ നേരെ തിരിച്ച, we will give God the rest remaining. ബാക്കിയുള്ളത് ദൈവത്തിന് കൊടുക്കും. ഇന്ന് ബൈബിൾ വായിക്കാൻ പറ്റിയില്ല. കാരണം എന്നാ? ഏറ്റവും നല്ല സമയം നമ്മൾ മറ്റത് ചിലതിന് കൊടുത്തു, ജോലിക്ക് കൊടുത്തു, കുടുംബത്തിന് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു. ഏറ്റവും നല്ല സമയം അങ്ങനെ പോയി. പിന്നെ നമ്മൾ കർത്താവിന് മുമ്പ് വന്നിട്ട് പറയാം, കർത്താവ് ഇന്ന് സമയമില്ലായിരുന്നു. വൈ? ബിക്കോസ് യു ആർ ഗിവിംഗ് ഗോഡ് ദ റെസ്റ്റ്, യു ആർ നോട്ട് ഗിവിംഗ് ഗോഡ് ദ ബെസ്റ്റ്. ഈ മാസം പണം കൊടുക്കാൻ പറ്റിയില്ല, സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ല കർത്താവിൻ്റെ വേലയ്ക്ക്. കാരണം എന്നാ? ആദ്യമേ തന്നെ പിള്ളേരുടെ ഫീസ് കൊടുക്കണം, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സോ വി ഗേവ് ദ ബെസ്റ്റ് ടു അവർ സെൽവ്സ് ആൻഡ് ദ റിമൈനിങ് ടു ഗോഡ്. തിരിച്ചൊന്ന് ചെയ്ത് നോക്കി, ഏറ്റവും നല്ലത് കർത്താവിനൊന്ന് കൊടുത്തു നോക്കി. പ്രിയമുള്ളവരെ, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്രിൻസിപ്പിൾ. ഈ ദശാംശം എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് എ ഗുഡ് ഡിസിപ്ലിൻ. പക്ഷേ ഇത് പുതിയ നിയമത്തിലുള്ളവർക്ക് ഉള്ളതല്ല. ഞാൻ അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ? പ്രമാണം എന്തുവാ? ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കുക, ബാക്കി ശേഷിക്കുന്നത് മതി. പ്രിയമുള്ളവരെ, എനിക്ക് മാത്രമല്ല, 12 കൊട്ട ബാക്കി വയ്ക്കുവാനും തൃപ്തി വരുത്തുവാനും അത് മതി. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും എവറിത്തിങ് യു നീഡ് വിൽ ബി ടേക്കൺ കെയർ. ഏറ്റവും നല്ലത് കർത്താവിന് കൊടുത്തിട്ട് അയ്യോ ഞാനൊരു മണ്ടത്തരം ചെയ്തു എന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. അവരുടെ ആയുസിന്റെ ഏറ്റവും നല്ലത് കൊടുത്തിട്ട്
ഒരു 60 വയസ്സായപ്പോൾ ഐ റിഗ്രറ്റ് ഇറ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും വ്യക്തി നിങ്ങൾക്കറിയാമെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണമേ. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയെ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ആയുസിന്റെ ഏറ്റവും നല്ലതും സമയത്തിന്റെ ഏറ്റവും നല്ലതും തങ്ങൾക്കുള്ള ഏറ്റവും നല്ലതും കർത്താവിന് കൊടുത്തിട്ട് അയ്യോ എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റി, എന്നാൽ ഏറ്റവും നല്ലതെടുത്ത് തങ്ങൾക്ക് തന്നെ ഉപയോഗിച്ച എത്രയോ പേര് അവരുടെ 60 വയസ്സ് 70 വയസ്സാകുമ്പോൾ അത് വേണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും നല്ലത്, എൻ്റെ ആയുസിന്റെ ഏറ്റവും നല്ലത് കർത്താവിന് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. നെവർ ദി അതർ വേ അറൗണ്ട്, നെവർ ദി അതർ വേ അറൗണ്ട്. പിന്നെ ഒരു കാര്യം, മൂന്നാമത്തെ ഒരു പ്രമാണം കൂടെ പറയാം. ഏറ്റവും കുറച്ചുണ്ടല്ലോ, ദ ലിറ്റിൽ ഇസ് മച്ച് ഇഫ് ഗോഡ് ഇസ് ഇൻ ഇറ്റ്. ദ ലിറ്റിൽ ഇസ് മച്ച് ഇഫ് ഗോഡ് ഇസ് ഇൻ ഇറ്റ്. കർത്താവിൻ്റെ കയ്യിൽ കുറച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കുറച്ചേ ഉള്ളൂ, അത് കർത്താവിൻ്റെ കൈ കൊടുക്കുക. ഈ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുന്ന കുറച്ച് എന്തോ വലിയ സ്വാധീനമുള്ളതാണെന്നറിയാമോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ കഴുതയുടെ താടിയല്ലേ ശിംശോൻ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ മെഷീൻ ഗണ്ണിനെക്കാട്ടും പവർഫുള്ളായി. ശ്രദ്ധിച്ചോ? 1000 ഫെലിസ്തീയരെ കൊന്നൊടുക്കിയത് ഒരു കഴുതയുടെ താടിയല്ല. ഒന്ന് ഓർത്തു നോക്കിയേ. മെഷീൻ ഗണ്ണിന് ചെയ്തെടുക്കാൻ സാധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു കഴുതയുടെ താടിയൽ. കാരണം കുറച്ചേ ഉള്ളെങ്കിലും കർത്താവിന്റെ കരത്തിൽ കൊടുത്തു കഴിയുമ്പോൾ ഇത് വളരെ ശക്തമായ ആയുധം. ദാവീദിന്റെ കയ്യിൽ ഒരു കവണയും 5 കല്ലുവേ ഉള്ളൂ. പക്ഷെങ്കിൽ ഒരു സൈന്യത്തിന് ചെയ്തെടുക്കാൻ സാധിക്കാഞ്ഞതാണ് ഒരു കവണ ചെയ്തെടുത്തത്. കാരണം എന്നാ? ദാവീദിന്റെ കയ്യിലുള്ള കവണ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തത് കൊണ്ടല്ലേ പ്രിയമുള്ളവരെ. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉള്ളേ? വാട്ട് ഡു യു ഹാവ്? ചിലർ പറയും എനിക്കിനി ഒരു ആകെ കൂടെ 5 വർഷം കൂടെ കാണും, അത്രയൊക്കെ ഉള്ളൂ. ആ 5 വർഷം ഒന്ന് കർത്താവിന്റെ കൈ കൊടുത്തു നോക്കി, ഒന്ന് കൊടുത്തു നോക്കി. ഐ ചാലഞ്ച് യു ദിസ് മോർണിംഗ്. ചിലർ പറയും എനിക്ക് ഇച്ചിരേ താലന്തുള്ളൂ. കൊടുക്ക് കർത്താവിന്റെ കയ്യിൽ. നിങ്ങളുടെ കയ്യിലിരുന്ന ഒരു പ്രയോജനമില്ല. ഞാൻ പറയാം, ഒരു പ്രയോജനം നിങ്ങൾക്കും ഇല്ല, മനുഷ്യർക്കും ഇല്ല. നിങ്ങൾ ഉള്ളത് കർത്താവിന്റെ കയ്യിൽ ഒന്ന് കൊടുത്തു നോക്കിയേ. ഗോഡ് വിൽ ഡു വണ്ടേഴ്സ് വിത്ത് ഇറ്റ്. ഞാൻ എപ്പോഴും ചിന്തിക്കുക, ആ ചെറിയ ബാലൻ രാവിലെ ഈ അത്ഭുതമൊക്കെ കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അമ്മ ഒരു ലഞ്ച് ബോക്സ് എടുത്തു കൊടുത്തത്. അവന്റെ സ്വപ്നത്തിൽ അവൻ ഓർത്തു അവന്റെ ആ ലഞ്ച് ബോക്സ് 5000 പേരെ പോഷിപ്പിക്കാൻ പോകുന്നത്. അവന്റെ സ്വപ്നത്തിൽ അവൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യാചിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായി. പക്ഷെ അത് കർത്താവിന്റെ കൈ കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം നോ യൂസ്, നോ യൂസ്. മാക്സിമം നമുക്ക് കുറച്ച് പറയാനോ അത്രേ ഉള്ളൂ. കർത്താവിന്റെ കയ്യിൽ ഒന്ന് കൊടുത്തു നോക്കിയേ, അത്ഭുതം കർത്താവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ പഠിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റിസോഴ്സസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്നാൽ പിന്നെ അവരെ അങ്ങ് വിട്ടുകള എന്ന് പറയരുത്. ഈ മിനിസ്ട്രി, അതായത് മെയിൻ സ്ട്രീം മിനിസ്ട്രിയിലുള്ള എന്നെ പോലുള്ളവർക്ക് പലപ്പോഴും പറ്റുന്ന, കർത്താവ് ഇതൊന്നും ഞങ്ങളെയും കൊണ്ട് പറ്റത്തില്ല, എന്നാൽ പിന്നെ അങ്ങ് വിട്. കർത്താവ് പറയുന്നത് അത് വിടണ്ട, അത് വിടണ്ട. നിങ്ങൾ എന്തിനാ വിടുന്നത്? നിങ്ങളുടെ റിസോഴ്സസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല, ശരിയാ. പക്ഷെങ്കിൽ സ്വർഗത്തിന്റെ റിസോഴ്സസ് വെച്ച് നോക്കിയാലോ, അവനാൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? അവനാൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ആട്ടെ. അപ്പൊ ഇവിടെ പഠിക്കുന്ന 2-3 പാഠങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഇതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2, ഈ മശിയ യേശുക്രിസ്തു ആണെന്നുള്ളത് തെളിയിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു സന്ദർഭമാണ് ഇത്. കാരണം എന്നാ? അവൻ ആളുകളെ തൃപ്തിപ്പെടുത്തി എന്നുള്ളത്. കാരണം യഹൂദന്മാർ എന്നും ഓർത്തൊരു കാര്യമുണ്ട്, മശിയ വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്ത് പഴയ നിയമത്തിൽ പോലെ ദൈവം അത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. കർത്താവ് അത് നിറവേറ്റി. 3, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചെറിയ വിശപ്പിനെ കുറിച്ച് പോലും കർത്താവിന് ഒരുപാട് കൺസേൺ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്, മനസ്സിലാക്കണം. 4, മന്ന കൊടുത്ത കർത്താവിന് സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിക്കാമായിരുന്നു. എങ്കിലും പുതിയ നിയമത്തിൽ അവൻ തൻ്റെ ശിഷ്യന്മാരിലൂടെ ഈ അത്ഭുതം നിവർത്തിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് എന്ന് നാം മനസ്സിലാക്കണം. 5, അന്നാളിൽ, അവസാന നാളിൽ കർത്താവ് ആ വലിയ സദ്യയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു എന്നുള്ളതിൻ്റെ നല്ല ഒരു നിഴലാണ് ഈ 5000 പേരെ പോഷിപ്പിക്കുന്ന ആ ഭാഗം നമ്മൾ കാണുന്നത്. മനസ്സിലായോ?
6 നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമുക്കുള്ള കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവം അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കും. ഗോഡ് ഇസ് നോട്ട് ലിമിറ്റഡ് ബൈ അവർ ലിമിറ്റേഷൻസ്. എൻ്റെ പരിമിതികളാൽ പരിമിതപ്പെടുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. ഹീ ഈസ് എ ഗോഡ് ഹൂ ഇസ് ലിമിറ്റ്ലെസ്. അതുകൊണ്ട് കർത്താവ് എൻ്റെ കയ്യിൽ നിങ്ങളും തന്നിരിക്കുന്ന ആ നിക്ഷേപം മടക്കി കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം. ഡോണ്ട് കീപ്പ് ഇറ്റ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ വെച്ചാൽ, ആ ചെറിയ ബാലൻ ഒന്ന് ഓർത്തു നോക്കിയേ, അന്ത്രയോസ് വന്ന് ചോദിച്ചപ്പോൾ പറയും, ഞാൻ തരത്തില്ല, ഇത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി തന്നതാ. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിലും എന്ത് സംഭവിച്ചേനെ? ആ വലിയ അത്ഭുതത്തിന്റെ ഭാഗമാകാൻ അവനൊരുപക്ഷെ സാധിക്കത്തില്ല. അവൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അവൻ അമ്മയോട് എന്താ പറയുന്നറിയോ? അമ്മേ, അമ്മ തന്ന ആ ലഞ്ച് ബോക്സ് എനിക്ക് വേണ്ടി അല്ലായിരുന്നോ? അമ്മേ, 5000 പേര് തിന്നു തൃപ്തരായി. മനസ്സിലായോ? ഇന്ന് കർത്താവ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന സാധനം ഞാൻ തിരിച്ച് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ഞാൻ മാത്രമല്ല അനേകായിരങ്ങൾ ഇത് കാരണം ബെനിഫിറ്റ് ചെയ്യും. പക്ഷേങ്കിൽ പലപ്പോഴും നമുക്ക് ഈ സത്യം നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ട്രൈ ചെയ്യണം. യു ഷുഡ് ട്രൈ ഇറ്റ്, ദെൻ ഓൺലി യു വിൽ നോ. ഇതൊന്നും ഈ ഒരു ബ്യൂട്ടി. ഇപ്പൊ അടുത്ത പ്രാവശ്യം ഈ ചെറുക്കനോട് കർത്താവ് പറയാ, എടാ നിന്റെ കയ്യിലുള്ള 2 താലന്ത് എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ കൊടുക്കുവോ ഇല്ലയോ? തീർച്ചയായിട്ടും കൊടുക്കും. കാരണം കർത്താവിന്റെ കയ്യിൽ ഇത് കയറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവനറിയാം. സോ ഹീസ് നോട്ട് റിലക്റ്റന്റ് എനിമോർ. അതുകൊണ്ടൊന്ന് കൊടുത്തു നോക്കണം പ്രിയമുള്ളവരെ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളും സമയവും കഴിവും പ്രാപ്തിയും സൗകര്യങ്ങളും കർത്താവിന്റെ കയ്യിൽ ഒന്ന് കൊടുത്തു നോക്കിയേ. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, അനേകർക്ക് അതൊരു ബ്ലെസ്സിങ് ആയി മാറും. 3ാമത്, അവൻ അത്ഭുതം ചെയ്യുന്ന, അവൻ അസാധ്യങ്ങളുടെ ദൈവമാണെന്ന് ഇനിയും കാണാൻ പോകുകയാണ്. 22 മുതൽ 33 വരെയുള്ള വാക്യം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരെ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവർ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തനിക്ക് മുമ്പേ അയക്കുക, നിങ്ങൾ അപ്പുറത്തേക്ക് കടക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, യേശു കർത്താവ് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പുറത്ത് കടന്നിരിക്കും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പുറത്ത് കടക്കണം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കടന്നിരിക്കും. അതിനെക്കുറിച്ച് യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ നമ്മൾ വീണ്ടും കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാണുന്നത്? അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. 5000 പേരെ പോഷിപ്പിച്ച് വലിയ അത്ഭുതം ചെയ്തു. ഉടനെ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കാൻ തനിയെ മലയിൽ കയറിപ്പോയി. പ്രിയമുള്ളവരെ, ഈ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടാകണം. പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോകുവാൻ. സോളിറ്റ്യൂഡ് ആൻഡ് പ്രയർ is the discipline we as Christians need to build. Solitude and prayer. എത്ര വലിയ ശുശ്രൂഷയാണെങ്കിലും പ്രാർത്ഥിപ്പാൻ. ഇവിടെ നമ്മൾ കാണുന്നത്, യേശു പറഞ്ഞിട്ടല്ലേ അവർ പടകിൽ കയറിയത്? ആണോ? യേശു പറഞ്ഞിട്ട് അവർ പടകിൽ കയറി. യേശു പറഞ്ഞത് അവരനുസരിച്ചു. യേശു പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് ജീവിതത്തിൽ കാറ്റും കോളും വരത്തില്ല എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാറ്റും കോളും അടിക്കുമ്പോൾ ഉടനെ ആരെങ്കിലും വന്നിട്ട്, അത് നിങ്ങളുടെ ജീവിതത്തിലെ അവിശ്വാസം കാരണമാണ്, അനുസരണക്കേട് കാരണമാണ്, നിങ്ങളുടെ അവിടെ ഈ ബാധയുണ്ട് എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് കൊണ്ട് കാറ്റും കോളും വരത്തില്ല എന്ന് ഒരു ഗ്യാരണ്ടിയും. ഇന്നത്തെ കുറേ പേര് അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഗ്യാരണ്ടി ബൈബിൾ എന്നെ പഠിപ്പിക്കുന്നില്ല.
കർത്താവ് പറഞ്ഞിട്ടാണ് പോയത്. അവർക്ക് തോന്നിയത് കൊണ്ട് പോയതല്ല, കർത്താവ് പറഞ്ഞത് കൊണ്ട് പോയി. സോ ജസ്റ്റ് ബിക്കോസ് യു ആർ ഒബേയിങ് ക്രൈസ്റ്റ് ഡസ് നോട്ട് മേക്ക് യു ഇമ്മ്യൂൺ ടു ദ സ്റ്റോംസ് ഓഫ് ലൈഫ്. അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. പലപ്പോഴും സംശയങ്ങളൊക്കെ കയറി വരുന്ന എപ്പോഴാണെന്നറിയാം, കർത്താവ് നീ പറഞ്ഞിട്ടല്ലയോ ചെയ്യുന്നത്. ഈ ലോറൻ കണ്ണിങ്ഹാം യൂത്ത് വിത്ത് എ മിഷൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ വണ്ടിക്കകത്ത് കയറ്റണം, എങ്ങോട്ടാ പോകണ്ടേന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, കേട്ടോ. അപ്പോൾ ഈ ലോറൻ കണ്ണിങ്ഹാം തൻ്റെ ഭാര്യയും വലിയ ട്രെയിലർ വാങ്ങിച്ച് അതിനകത്തോട്ട് മുഴുവൻ സാധനം വിറ്റ് അതിനകത്തോട്ട് കയറ്റി. എന്നിട്ട് വണ്ടി എടുത്ത് പോകുകയാണ്. വണ്ടി എടുത്ത് പോയ വഴിക്ക് ആക്സിഡന്റ്. താൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് പുറത്ത്. അങ്ങോട്ട് തലതിരിച്ച് നോക്കിയപ്പോൾ ഭാര്യ മരിച്ചവളെ പോലെ കിടക്കുക. തൻ്റെ ജീവിതത്തിന്റെ സമ്പാദ്യം മുഴുവൻ റോഡിൽ കിടക്കുക, കേട്ടോ. തൻ്റെ ജീവിതത്തിന്റെ സകല സമ്പാദ്യവും റോഡിൽ. ലോറൻ കണ്ണിങ്ഹാം എന്തിനാ പോയത്? തനിക്ക് തോന്നിയത് കൊണ്ട് പോയതാണോ? കർത്താവ് പറഞ്ഞുകൊണ്ട് പോയതല്ലേ? കർത്താവ് പറഞ്ഞുകൊണ്ട് പോയത്. വലിയ ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ സമാധാനത്തോടെ നല്ല സൗകര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് കർത്താവ് പറഞ്ഞ് എല്ലാം വിറ്റ് സ്ഥലം വിടാൻ പറഞ്ഞു. പോയ വഴിക്ക് ആക്സിഡന്റുമായി. എങ്ങനെയുണ്ട്? അതിൻ്റെ ഇടയിൽ കർത്താവ് ചോദിച്ചു, അവിടെ കിടക്കുക ലോറൻ കണ്ണിങ്ഹാമിനോട്, ഇവയിലധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവയിലധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞത്, ഉവ്വ് കർത്താവേ, നീ സകലവും അറിയുന്നു എന്ന് ലോറൻ കണ്ണിങ്ഹാം പറഞ്ഞു. അനേക യൗവനക്കാർ യൂത്ത് വിത്ത് എ മിഷൻ YWAM എന്ന് പറയുന്ന സംഘടനയിലൂടെ കർത്താവിങ്കിലേക്ക് വന്ന് ശിഷ്യത്വത്തിലേക്ക് വന്നതിന്റെ കാരണം കാറ്റും കോളും ഇല്ലാഞ്ഞതുകൊണ്ടല്ല, കർത്താവ് പറഞ്ഞത് അനുസരിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഒബേയിങ് ക്രൈസ്റ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി ആബ്സെൻസ് ഓഫ് സ്റ്റോംസ്. അതൊരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. കാരണം ചിലപ്പോൾ അനുസരിക്കുന്ന വഴിയിലായിരിക്കും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ ആ കാറ്റിൻ്റെയും കോളിൻ്റെ നടുവിൽ ഒരു കാര്യം മറക്കരുത്, വെള്ളത്തിൻ്റെ മീതെ നടക്കുവാൻ കഴിവുള്ളവനാണ് നമ്മളോട് പറഞ്ഞത് നീ അപ്പുറത്ത് പോകണമെന്ന്. പറഞ്ഞു മനസ്സിലായോ? ഇതിൻ്റെ മേൽ അധികാരമുള്ളവനാ പറഞ്ഞത് നിങ്ങൾ അപ്പുറത്ത് പോകണമെന്ന്. അതുകൊണ്ട് എൻ്റെ അടുക്കൽ കർത്താവിന് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഹീ വിൽ ഡിഫൈ ദ ലോസ് ഓഫ് ഫിസിക്സ്. പറഞ്ഞ മനസ്സിലായോ? എൻ്റെ അടുക്കൽ വരുവാൻ, വെള്ളത്തിൻ്റെ മീതെ നടക്കണമെങ്കിൽ ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഫിസിക്സിനെ പോലും ഹീ വിൽ ഡിഫൈ. അതാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം. അതുകൊണ്ട് കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അങ്ങ് അനുസരിച്ചു, ധൈര്യമായിട്ട് അനുസരിച്ചു. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് ലോയിനെ ഡിഫൈ ചെയ്തും എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നടന്നു വരും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് ശിഷ്യന്മാർക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവൻ, ഞാനാകുന്നു, ഇറ്റ് ഇസ് ഐ, ഞാനാകുന്നു, വേറെ ആരുമല്ല, ഇത് ഞാൻ തന്നെയാണ്. യേശു കർത്താവിൻ്റെ സാന്നിധ്യം അങ്ങോട്ട്, ഞാൻ ഓർത്ത് ഇങ്ങനെ പേടിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ശബ്ദം കേൾക്കുക, ഇത് ഞാനാണ്. ഇതിൽ കൂടുതൽ ധൈര്യം വല്ലതും വേണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്രോസിന്റെ പ്രതികരണമാണ്, നീയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന്. നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ. ഈ പത്രോസിനെ എനിക്ക് ഇഷ്ടം എന്നാണെന്നറിയോ? ശരിയാണ്, മുൻകോപിയാണ്, എടുത്തുചാട്ടക്കാരനാണ്, എല്ലാം നമ്മൾ പത്രോസിനെ പറയാത്തതൊന്നുമില്ല അല്ലേ? ഭയങ്കര എടുത്തുചാട്ടക്കാരന്. പക്ഷെ ഈ എടുത്തുചാട്ടക്കാരന് അവസാനം വെള്ളത്തിന്റെ മേൽ നടന്നു, വേറെ ആരും നടന്നില്ലല്ലോ അല്ലേ? ശരിയാണ്, എല്ലാം പറയൂ പത്രോസിന്റെ ഒരു കണ്ണ് തിരമാലയിലും ഒരു കണ്ണ് കർത്താവിന്റെ മേലും ആയതുകൊണ്ടാണ് അവൻ മുങ്ങിപ്പോയി. ശരിയാ, കുറച്ചെങ്കിലും അവൻ വെള്ളത്തിന്റെ മേൽ നടന്നില്ലേ? ഇതെല്ലാം കഴിയുമ്പോഴേ ഈ പത്രോസിനെ ആളുകൾ ശിഷ്യന്മാരെല്ലാം കുറ്റം പറയുമ്പോൾ പത്രോസ് പറയും, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളാരും വെള്ളത്തിന്റെ മേലിൽ നടന്നില്ലല്ലോ, ഞാനല്ലേ നടന്നത്. അതുകൊണ്ട് ഈ കർത്താവിനെ വിശ്വസിക്കുന്ന എടുത്തുചാട്ടക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ദൈവം കൃപ തരും കേട്ടോ. മറ്റാരും എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ദൈവം കൃപ തരും. പക്ഷെങ്കിൽ ഫോക്കസ് ഒന്ന് മാറിപ്പോയി. എൻ്റെ ഇടയ്ക്ക് പേടിച്ചു പോയി പത്രോസ്. പത്രോസിന്റെ അവിശ്വാസത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നമ്മളൊക്കെ അതിനെക്കാട്ടിലും മോശമാണ്. പത്രോസ് അറ്റ്ലീസ്റ്റ് അത്രയും നടന്നില്ലേ? നമ്മളാണെങ്കിൽ കർത്താവ് വന്ന് വിളിച്ച് കയ്യെ പിടിച്ചാലും നമ്മൾ ഇറങ്ങത്തില്ല, അതാണ് നമ്മൾ. അതുകൊണ്ട് പത്രോസിനെ നമുക്ക് ആ കാര്യത്തിൽ കുറ്റമൊന്നും പറയണ്ട. പത്രോസിനെ എന്തുമാത്രം കുറ്റം പറയുമെന്ന് പറയുന്നു. അവൻ്റെ ഒരു കണ്ണ് കർത്താവിൻ്റെ മേലായിരുന്നു, അപ്പോൾ അവൻ
ഒരു കണ്ണുകൊണ്ട് തിരമാലയെ നോക്കി, അപ്പോൾ അവൻ മുങ്ങി ഒക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫൈനലി പത്രോസ് ആ വെള്ളത്തിന് മേൽ നടന്നേ. അതുകൊണ്ട് ആ ക്രെഡിറ്റ് എങ്കിലും പത്രോസിന് കൊടുക്കാം. പക്ഷെ എനിക്ക് ഫോക്കസ് യേശു ക്രിസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മുങ്ങിപ്പോകുമ്പോൾ ഒറ്റ നിലവിളി, കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന്, കേട്ടോ, ഒറ്റ വിളി, രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചപ്പോഴേ നിങ്ങൾ ഓർത്തോണം, സകലവും അറിയുന്ന കർത്താവ്, സകലവും അറിയുന്നു കർത്താവ്. ഇങ്ങനെ ചിന്തിക്കുക, ഓക്കെ, ഈ വെള്ളത്തിനകത്തോട്ട് താഴേക്ക് പോകുന്ന ഈ പുള്ളി ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അവനങ്ങ് പോട്ടെന്നങ്ങ് വെച്ചില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, സകലവും അറിയാൻ കർത്താവിന്, കേട്ടോ, സകലവും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇവൻ തള്ളി പറയാൻ പോകുന്ന പാർട്ടിയാന്ന് വിചാരിച്ച്, എന്നാ നീ അങ്ങനെ അങ്ങ് താഴെ പോടാ, നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നൊന്നും പറഞ്ഞില്ല. നിലവിളിച്ച സമയത്ത് കൈനീട്ടി രക്ഷിച്ച കർത്താവ്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ പ്രിയമുള്ളവരെ? നാളെ ഞാൻ അവനെ തള്ളി എന്നറിഞ്ഞിട്ടും ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവേ എന്ന് നിലവിളിച്ച എന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. അറിയാവോ? അവന്റെ കരുണയുടെ വലുപ്പം അത്. അല്ലാതെ എൻ്റെ വിശ്വാസത്തിന്റെ ശക്തിയോ അതൊന്നുമല്ല. ഇറ്റ് ഈസ് ദ മേഴ്സി ഓഫ് ഗോഡ്. ഈ ദൈവസ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, അതൊക്കെ ഇറ്റ് ഈസ് സംതിങ് എൽസ്. ഇറ്റ് ഈസ് സംതിങ് എൽസ്. ദൈവസ്നേഹം, ദ ലവ് ഓഫ് ഗോഡ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ തള്ളിപ്പറയും എന്ന് നമുക്കറിയാവുന്ന ഒരു പാർട്ടി അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയാം, നിനക്ക് അങ്ങനെ തന്നെ വേണോടാന്ന് പുറത്ത് പറയത്തില്ല, മനസ്സിൽ പറയാം. ഏതാ? എടാ, നിന്നെ ഞാൻ ഇപ്പൊ രക്ഷിച്ച 2 ആഴ്ച കഴിയുമ്പോൾ നീ എനിക്ക് പണി തരും, നീ അങ്ങനെ രക്ഷപ്പെടണ്ട എന്നല്ലേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് അറിയാവുന്ന കർത്താവ് ഒരു നിലവിളിയുടെ മുമ്പിൽ ഒറ്റയടിക്ക് കൈ നീട്ടി അവനെ രക്ഷിച്ചു. ദൈവത്തിന്റെ കരുണ എത്ര വലുതാ! ഒരു കാര്യം പറയട്ടെ പ്രിയമുള്ളവർ, എൻ്റെ വിശ്വാസത്തിന്റെ വലുപ്പമല്ല ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശു കർത്താവിനെ ഈ കോൺഫിഡൻസോടെ പ്രസംഗിക്കുന്ന കാര്യം എന്നാണെന്നറിയാം? എൻ്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും നാളെ ഞാൻ വീഴുമെന്ന് എനിക്കറിയാം, നാളെ ഞാൻ അവനെ തള്ളിപ്പറയുമെന്ന് എനിക്കറിയാം. ബിക്കോസ് ഐ നോ ഹൗ വീക്ക് ഐ ആം. എൻ്റെ കർത്താവിനും അറിയാം. എങ്കിലും എൻ്റെ നിലവിളിയുടെ ശബ്ദത്തിൽ അവൻ എന്നെ കരം നീട്ടി രക്ഷിക്കുന്നവനാണെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ധൈര്യത്തോടെ നാം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. എന്നാ പോട്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവനല്ല, അല്ലേ? എന്തായാലും ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാ പിന്നെ വിട്ട് കളയുന്നവനല്ല. ഉടഞ്ഞുപോയ പാത്രത്തെ പിന്നെയും എടുത്ത് പണിയുന്ന നല്ല കുശവൻ, അല്ലയോ? ഈ പത്രോസിന്റെ മേലാണ് കർത്താവ് അവസാനം സഭയെ പണിയുന്നത്. പിന്നെ എനിക്ക് പത്രോസിനെ ഇഷ്ടമില്ലാന്നറിയോ? അവിശ്വാസം കാരണം മുങ്ങിപ്പോകുമ്പോഴും വിളിക്കേണ്ട ആളിനെ തന്നെയാ വിളിക്കുന്നത്, അല്ലയോ? ശിഷ്യന്മാരോട് അയ്യോ എന്നെ രക്ഷിക്കടാ, ബോട്ടൊന്ന് പെട്ടെന്ന് കൊണ്ടുപോകാന്നല്ല പറയുന്നത്, വിളിക്കേണ്ടിയവനെ തന്നെ വിളിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ, എൻ്റെ അവിശ്വാസത്തിന്റെ സമയത്തും ഞാൻ മുങ്ങിപ്പോകുമ്പോഴും വിളിക്കേണ്ടിയവനെ വിളിച്ചോണം, വേറെ ഒരുത്തിനെയും വിളിക്കരുത്. കാരണം ഈ പത്രോസിനൊരു കാര്യം അറിയാം, എന്തോന്നറിയോ? ഈ ശിഷ്യന്മാരെ വിളിച്ചാൽ അവരവിടെ നിന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കും. നിന്നോട് ആരാടാ ഇപ്പം ഇതിന്റെ പുറയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞത്? നിനക്ക് ഇവിടെ അടങ്ങിയിരുന്നാ പോരായിരുന്നോടാ? നിന്നോട് ആരാടാ പറഞ്ഞ് ചാടി ഇറങ്ങിപ്പോകാൻ? നിന്റെ ഈ എടുത്തുചാട്ടം കാരണം ആടാന്ന് പറഞ്ഞു എന്തുമാത്രം കേൾക്കേണ്ടി വരുമായിരുന്നെന്നറിയാമോ? പക്ഷെ അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് സ്ഥലത്തേക്ക് വിളിച്ചു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. പ്രയാസത്തിന്റെ സമയത്തെ എതിർപ്പുകളുടെ മധ്യത്തിൽ വിളിക്കേണ്ടിയവനെ വിളിച്ചോണം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിളിക്കരുത്. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, എന്തുവാ ജീസസ് ഇസ് ഓൺ ദ ലൈൻ, കോൾ ഹിം അപ്പ്. പഴയ ഒരു പാട്ടാ. ഏതാ? കോൾ ഹിം അപ്പ് എന്ന് പറഞ്ഞാൽ വിളിക്കേണ്ടവനെ വിളിച്ചോണം, മറ്റാരെയും വിളിക്കരുത്. മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റാരെയും ഈ ദാവീദെ പാപം എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യരുടെ കയ്യിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലതെന്ന്. ഇറ്റ് ഇസ് ഫാർ ബെറ്റർ ടു fall into the hands of God than to fall into the hands of man. കാരണം ദാവീദിന് അറിയാം, അവൻ വ്യഭിചാരം ചെയ്തു, അവൻ കൊല ചെയ്തു,
അവൻ നീച പാപിയാണെന്നുള്ളത് അവൻ അറിയാം. പക്ഷെ അവനറിയാം ഇതിൻ്റെ നടുവിൽ ഞാൻ വിളിക്കേണ്ടി ഒരുവനുണ്ട് എന്നുള്ളത് അവന് വ്യക്തമായി അറിയാം. പ്രിയമുള്ളവരെ, എൻ്റെ വീഴ്ചയിലും എൻ്റെ താഴ്ചയിലും മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനെ വിളിച്ചോണം, മറ്റെങ്ങും ഇതിനൊരു ആശ്രയം വെക്കരുത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നു. ആട്ടെ, അവസാനം നമ്മൾ കാണുന്നൊരു കാര്യമാണ് 34 മുതൽ 36 വരെ. അവൻ അക്കരയ്ക്കെത്തി ഗന്നസരത്ത് ദേശത്ത് ചെന്നു. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്ന് അറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിൽ എല്ലാം ആളയച്ച് ദീനക്കാരെ ഒക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടവർക്കെല്ലാം സൗഖ്യം വന്നു. കർത്താവിന്റെ ശക്തി എത്ര വലുതാ അല്ലേ! അവന്റെ തൊങ്ങലെ തൊട്ടവർക്ക് പോലും സൗഖ്യം വന്നു. ആ രഹസ്യം അറിയാമായിരുന്ന രക്തസ്രാവമുള്ളൊരു സ്ത്രീയാ പറഞ്ഞത്, ഈ വലിയ ജനത്തിന്റെ മധ്യത്തിൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊടാൻ പറ്റിയാൽ എനിക്ക് സൗഖ്യം വരും. പ്രിയമുള്ളവരെ, യേശു കർത്താവ് എത്ര കരുണയുള്ളവനാണെന്നും യേശു കർത്താവ് അസാധ്യങ്ങളുടെ ദൈവമാണെന്നുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്ന്, 5000 പേരെ 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ചു. 2, കടലിന് മേൽ നടക്കുവാൻ കഴിവുള്ള കർത്താവ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിൽ, ഏറ്റവും വലിയ താഴ്ചയിൽ മുങ്ങിപ്പോകും എന്ന് ഞാൻ ചിന്തിക്കുന്ന അവസരത്തിൽ എനിക്ക് വേണ്ടി കൈ നീട്ടുന്ന ഒരു കർത്താവ്. എ ഗോഡ് ഹൂ ഇസ് കമ്പാഷനറ്റ്, എ ഗോഡ് ഹൂ ഇസ് ദ ഗോഡ് ഓഫ് ദ ഇംപോസിബിൾ. അതുകൊണ്ട് ഇന്ന് എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് വിഷയമായാലും വിളിക്കേണ്ടവനെ വിളിച്ചോണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. സോ കോൾ ഹിം അപ്പ്. ഇന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടാൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ളത് തരുവാൻ കർത്താവ് നോട്ട് ഓൺലി ഈസ് ഹി ഏബിൾ, അവന് കഴിയുമെന്ന് മാത്രമല്ല, അവന് മനസ്സുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അവൻ്റെ അടുക്ക് വരുമ്പോൾ അയ്യോ കർത്താവേ, നീ നിനക്ക് മനസ്സുണ്ടോ മനസ്സില്ലയോ, ആ ഭയത്തിലൊന്നും നമ്മൾ അടുക്കലേക്ക് ചെല്ലേണ്ട കാര്യമില്ല. പത്രോസ് വിളിച്ചത് ഒറ്റ വിളി, കർത്താവേ എന്നെ രക്ഷിക്കണമേ. ആൻഡ് ദ ലോർഡ് വിൽ ഡെലിവർ ഹിസ് പീപ്പിൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് നീ അസാധ്യങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, മനുഷ്യരുടെ കയ്യിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്രയോ നല്ലത്. നിന്നിൽ ആശ്രയിപ്പാൻ, നിന്നെ വിളിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യോഹന്നാന്റെ സ്നാപകന്റെ ജീവിതത്തിൽ സത്യത്തിന് വേണ്ടി തല പോയാലും നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, ഈ കാലഘട്ടത്തിൽ, പ്രയാസമേറിയ കാലഘട്ടം, കർത്താവെ, ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലായിരിക്കുന്നവർക്ക് ഒരുപാട് ആശങ്കയുടെ സമയങ്ങളിൽ കർത്താവെ, നീ അസാധ്യങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഏത് ലോയിനെയും കർത്താവെ, യു വിൽ ഡിഫൈ എനി ലോ ടു കം ടു us. ഞങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ എന്തും ഏത് അളവ് വരെയും അങ്ങ് പോകുമെന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ടും ഓർമ്മിപ്പിച്ചതിനായിട്ടും സ്തോത്രം. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ആർക്കെങ്കിലും പുറത്ത് പറയാൻ സാധിക്കാത്ത പ്രയാസമേറിയ അവസ്ഥകളുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് അവരെ തൊട്ട് അവർക്ക് വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.